പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെയും ശിവസേനയുടെയും സ്വാഗതം. ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ഗണേശ ഉത്സവം 2026 സെപ്റ്റംബർ 9 മുതൽ 15 വരെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഗണേശ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ അജയകുമാർ ജ്യോതിർഗമയ, ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് ഇരുമ്പിൽ വിജയൻ, ട്രസ്റ്റ് കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ശ്രീ പെരിങ്ങമല അജി, ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ശിവസേന ഭാരവാഹികളുമായ ശ്രീ ബിജു രാജേന്ദ്രൻ, ശ്രീ പൂജപ്പുര രതീഷ്, ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഭാരവാഹി ശ്രീ വിജയൻ സ്പർശ്, അതോടൊപ്പം തന്നെ ട്രസ്റ്റ് കമ്മിറ്റി ഭാരവാഹി ശ്രീ ഡോക്ടർ ഫിലിപ്പ് എബ്രഹാം എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇത് വിശദീകരിക്കുന്നതിന് ട്രസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അജയകുമാർ ജ്യോതിർഗമയെ ക്ഷണിക്കുന്നു. ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെയും ശിവസേനയുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന കഴിഞ്ഞ 35 വർഷമായി നടത്തിവരുന്ന ഈ ഗണേശോത്സവം തിരുവനന്തപുരം ആഘോഷങ്ങൾ സെപ്റ്റംബർ 9 ഈ വർഷം സെപ്റ്റംബർ 9 ആരംഭിക്കുകയാണ്. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ ഭാഗങ്ങളിലും ഗണേശ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും അതിൽ യഥാവിധി പൂജ നടത്തുകയും അതുപോലെ നിരവധി ഭവനങ്ങളിലും ഗണേശ വിഗ്രഹങ്ങൾ ചെറിയ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പൂജ നടത്തി ഈ വിഗ്രഹങ്ങളെല്ലാം അത് സെപ്റ്റംബർ 9 ആ പൂജാവിധിയും പ്രതിഷ്ഠാകർമ്മവും ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 9 ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് തമ്പാനൂർ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയുടെ അന്ന് സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും. വൈകിട്ട് 5 മണിക്ക് ബിന്ദുകൃഷ്ണയാണ് അന്ന് പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദുകൃഷ്ണയും അതോടൊപ്പം തന്നെ MLA മാർ എം വിൻസെൻ്റ്, നമ്മുടെ പഴയ UDF കൺവീനർ KPC പ്രസിഡന്റ് MM ഹസൻ തുടങ്ങി നിരവധി ആളുകൾ സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം 9 മുതൽ 15 വരെ എല്ലാ ദിവസവും യഥാവിധി പൂജകൾ ആരംഭിച്ച് ദീപാരാധനയോടുകൂടി അവസാനിപ്പിച്ചതിന് ശേഷം സെപ്റ്റംബർ 15 4 മണിക്ക് ഈ പ്രതിമകളെല്ലാം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം നമ്മുടെ ആറ്റുകാൽ ഗണപതി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപം എത്തിച്ചേരുകയും അവിടെ നിന്ന് ഘോഷയാത്രയായി നമ്മുടെ ശംഖുമുഖം കടൽപ്പുറത്ത് എത്തി അവിടെ നിമജ്ജനം ചെയ്യുകയുമാണ് എല്ലാ വർഷവും നടക്കുന്നത്. അത് ഈ വർഷവും സമാരംഭം കുറിക്കുന്ന ആ ഡേറ്റ് 9-ാം തീയതിയും അത് നിമജ്ജനം ചെയ്യുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയും 2 ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങൾ ഇതിന് മുന്നോടിയായി ഉണ്ടാകുന്നതാണ്. സമാപന സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനവും നിമജ്ജന ഘോഷയാത്രയും ഉദ്ഘാടനം ചെയ്യുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ അവർകളാണ്. അപ്പോൾ ഈ സംരംഭത്തിലേക്ക് നിങ്ങളുടെ എല്ലാം നല്ല കവറേജുകൾ ലഭ്യമാകണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ഗണേശോത്സവത്തെ സംബന്ധിച്ച് എല്ലാ വർഷവും ഭാദ്രപദ് മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി മുതൽ ചതുർദശി വരെയാണ് ഈ ആഘോഷം നിലനിൽക്കുന്നത്. അപ്പം ഭാദ്രപദ് മാസം ശകവർഷത്തിലൊരു മാസമാണ്. ഏതാണ്ട് ചിങ്ങം കന്നി മാസങ്ങൾ ചേരുന്ന ഒരു മാസമാണ് ഈ ഭാദ്രപദ് എന്ന് പറയുന്ന ശകവർഷത്തിൽ. അപ്പോൾ ഇതിന് സാംസ്കാരികമായും വലിയ പ്രാധാന്യമുണ്ട്, ചരിത്രപരമായും വലിയ പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് 1894 ബാലഗംഗാധര തിലകാണ് ഈ ഗണേശോത്സവ പരിപാടി സമാരംഭിക്കുന്നത്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ അണിനിരത്താൻ വേണ്ടി വലിയൊരു, കാരണം ദൈവത്തിൻ്റെ ഗണേശ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഗണേശ ഭഗവാന്റെ നാമത്തിൽ ആളുകളെ സംഘടിതരാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് ബാലഗംഗാധര തിലക് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഗണേശോത്സവം ആരംഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. അത് അന്ന് മുതൽ മഹാരാഷ്ട്രയിലായിരുന്നെങ്കിൽ ഇന്ന് വ്യാപരിച്ച് ഭാരതമാകെ ഒരു വലിയ ബൃഹത്തായ ഒരു സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്നു.
അതുകൂടാതെ ഈ ആഘോഷത്തിൻ്റെ നമ്മുടെ ഭക്തിപരമായ സംഗതികൾ തുടങ്ങുന്നത് നമ്മുടെ ചരിത്രാതീതമായി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വേദാതീത കാലഘട്ടം മുതൽ ഇത് ആരംഭിക്കുന്നതാണ്. വേദിക്കാലത്ത് തന്നെ ഈ സംഗതിയുണ്ട്. ഗണേശ ഭഗവാനെ പ്രത്യേകിച്ചും ഈ ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി മുതൽ ചതുർദശി വരെ ആരാധിച്ചാൽ അതിന് പ്രത്യേക പുണ്യം കിട്ടും. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അത് കാലാകാലങ്ങളായി ആരാധിച്ചു വരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ആഘോഷത്തിൻ്റെ തുടക്കം 1894 മഹാരാഷ്ട്രയിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബാലഗംഗാധര തിലകൻ്റെ ആവേശത്തിൽ അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയത്. അത് ഇന്ന് നടന്നു വരുന്നു. തിരുവനന്തപുരത്തെ ആഘോഷത്തിന് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം വലിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ആഘോഷങ്ങൾ ഇന്ന് നടന്നു വരുന്നുണ്ട്, എല്ലാ ജില്ലകളിലും നടന്നു വരുന്നുണ്ട്. അതിന് നിങ്ങളുടെ നിശ്ചയമായ പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ഗണേശ ഉത്സവ ട്രസ്റ്റ് കഴിഞ്ഞ 35 വർഷമായിട്ട് ഗണേശ ഉത്സവം തിരുവനന്തപുരത്തും കേരളത്തിൽ അങ്ങോളം ആചരിച്ചു വരികയാണ്. ബാലഗംഗാധര തിലകൻ സമാരംഭം കുറിച്ച ഈ ഗണേശോത്സവം ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ, വിവിധ സാംസ്കാരിക സംഘടനകൾ ഇത് മഹത്വമാക്കി തീർക്കുവാൻ വേണ്ടി പല പ്രചരണ പരിപാടികളും നടത്തി ആ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് ഇത് നടത്തി വരുന്നത്. തിരുവനന്തപുരത്തെ നമ്മുടെ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 100ഓളം കേന്ദ്രങ്ങളിൽ ഭഗവാൻ ഗണേശൻ്റെ വിഗ്രഹം സ്ഥാപിച്ച് 10 ദിവസം പൂജ നടത്തി അത് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് നിമജ്ജനം ചെയ്യുന്ന ഒരു പരിഭാവനമായ ഒരു ചടങ്ങാണ് ഗണേശോത്സവം. ഈ ഗണേശോത്സവം സെപ്റ്റംബർ 9 മുതൽ 15 വരെ നടക്കുന്ന ഈ ഉത്സവത്തിൽ മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ അതുവരെയുള്ള പ്രയത്നം, പരസ്യം, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നിങ്ങൾ ഉപയോഗിച്ച് ഈ ഗണേശോത്സവത്തെ പരമാവധി ഭംഗിയാക്കണം. 9 മുതൽ 15 വരെ നിമജ്ജനം നടക്കുന്നതുവരെയുള്ള എല്ലാ ചടങ്ങുകളിലും മാധ്യമപ്രവർത്തകരെന്നുള്ള രീതിക്കും അല്ലാതെയും നിങ്ങൾ സഹകരിക്കണമെന്ന് സ്നേഹമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.